ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കാൻ വസ്തുതകൾ വളച്ചൊടിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പിണറായി വിജയൻ തലയിൽ മുണ്ടിട്ട് സംഘപരിവാർ നേതാക്കളെ കാണാൻ പോയി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പച്ചക്കള്ളം. തലസ്ഥാനത്തെ CPIM RSS സംഘർഷത്തെ തുടർന്നുള്ള സമാധാന യോഗത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പങ്കെടുത്തതിനെയാണ് വി ഡി സതീശൻ വളച്ചൊടിക്കാൻ ശ്രമിച്ചത്. NSS ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കാണാൻ സമയം അനുവദിക്കാത്ത മുഖ്യമന്ത്രിയാണ് വിദ്വേഷ പ്രചാരകരായ ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. താൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണെന്നും ആരു വന്നാലും കാണുമെന്നുമായിരുന്നു വി ഡി സതീശന്റെ വിശദീകരണം. ഞാൻ കോൺഗ്രസിന്റെ UDFന്റെ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്. എന്നാൽ ഈ കൂടിക്കാഴ്ചയെ വെളുപ്പിക്കാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണ് വി ഡി സതീശൻ ഉന്നയിച്ചത്. പിണറായി വിജയൻ തലയിൽ മുണ്ടിട്ട് സംഘപരിവാർ നേതാക്കളെ കാണാൻ പോയി എന്നതായിരുന്നു ആക്ഷേപം. തലസ്ഥാനത്ത് വർദ്ധിച്ചുവന്ന RSS CPIM സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ സമാധാന യോഗത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പങ്കെടുത്തതിനെയാണ് വളച്ചൊടിച്ച് അവതരിപ്പിക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചത്. അന്ന് CPIMന്റെയും സംഘപരിവാറിന്റെയും നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുത്തു. CPIM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിന് ശേഷം തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇരുഭാഗത്തു നിന്നും ദൗർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ നടന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഇരുഭാഗത്തു നിന്നും പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാകരുത് എന്ന് പൊതുവെ തീരുമാനിച്ചു. രണ്ടു കൂട്ടരും രണ്ട് വിഭാഗത്തിൻ്റെയും അണികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. തലയിൽ മുണ്ടിട്ടിട്ടല്ല, മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ് യോഗം ചേർന്നത്. ഇതിനുശേഷം തലസ്ഥാനത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുമില്ല. സതുദ്ദേശത്തോടെ നടന്ന ഈ സമാധാന യോഗത്തെ ചാരി നിലവിലെ വിദ്വേഷ പ്രചാരകരുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ വെളുപ്പിച്ചെടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. എന്തായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യമെന്നോ ചർച്ചയിലുണ്ടായ തീരുമാനങ്ങൾ എന്താണെന്നോ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുമില്ല. പതിവ് ശൈലിയിൽ നുണകൾ ആവർത്തിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.